ഇറാനിൽ സൗദി അറേബ്യയുടെ രഹസ്യ വ്യോമാക്രമണം. പുറം ലോകത്തെ അറിയിക്കാതെ മാർച്ച് അവസാനം വ്യോമാക്രമണം നടത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുറം ലോകത്തെ അറിയിക്കാതെ മാർച്ച് അവസാനത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇറാനെതിരെ തിരിച്ചടിച്ചു സൗദി അറേബ്യ. ഇറാനുള്ളിൽ സൗദി അതിശക്തമായ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ മണ്ണിൽ നേരിട്ട് സൈനിക നടപടി സ്വീകരിച്ചുവെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് പാശ്ചാത്യ ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ്, രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നൽകിയ സൂചനകളിൽ നിന്നുമാണ് ഇത് സംബന്ധിച്ച വിവരം കിട്ടിയത്. അമേരിക്ക ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയ ഇറാനെയാണ് നിലവിൽ സൗദി ആക്രമിച്ചിരിക്കുന്നത്. ഇതിനുള്ള മറുപടിയായിരുന്നു സൗദി നൽകിയത്. എന്നാൽ ഇറാനിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും സ്ഥിരത നിലനിർത്താനുമാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമീപനം പാലിക്കുന്നതിനുമുള്ള സൗദി അറേബ്യയുടെ സ്ഥിരമായ നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നതായി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. സൗദി ഇറാനെ ആക്രമിച്ച കാര്യം ഇതാദ്യമായിട്ടാണ് പുറത്തുവരുന്നത്. അമേരിക്കയുമായി ദൃഢമായ സൈനിക ബന്ധമുള്ള സൗദി സംരക്ഷണത്തിന് വേണ്ടി അവരുടെ സൈന്യത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ സുരക്ഷാ കവചം ഇറാൻ മറികടന്നതോടെയാണ് സൗദിയും തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. ഇറാനെ മുൻകൂട്ടി അറിയിച്ച ശേഷമായിരുന്നു സൗദിയുടെ പ്രത്യാക്രമണം. സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ അതിനുശേഷം ഇറാനുമായി സൗദി പതിവായി ബന്ധപ്പെട്ടു. സൗദിയിലെ ഇറാൻ സ്ഥാനപതി വഴിയും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. സംഘർഷം അങ്ങനെ ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചുവെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നും സൂചന ലഭിക്കുന്നത്. ഫെബ്രുവരി 28 ഇറാനിലെ US ഇസ്രയേൽ ആക്രമണത്തോടെ തുടങ്ങിയ വലിയ പ്രാദേശിക സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഈ രഹസ്യ നീക്കങ്ങൾ. യുദ്ധത്തിനിടയിൽ 6 GCC രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ, സിവിൽ വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതുകൂടാതെ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ആഗോള വ്യാപാരം തന്നെ തടസ്സപ്പെടുകയും ചെയ്തു. ഇതിന് മറുപടിയായി കൃത്യമായ തിരിച്ചടി നൽകാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.